ഹായ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ദിയാകൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ആണല്ലേ നമ്മുടെ യൂട്യൂബിൽ ചർച്ച. യൂട്യൂബിൽ മാത്രമല്ല, മെയിൻ സ്ട്രീം ചാനലിലും ന്യൂസ് 18-ലൊക്കെ അത് ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അഞ്ചോ ആറോ ദിവസം ആവുന്നുണ്ട്. ഈ ഒരു ടൈം കൊണ്ട് തന്നെ 8 മില്യൺ വ്യൂവിന് മേലെ ആ വീഡിയോ കടന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ കമൻറ്റ് ബോക്സ്, ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളമാണ് ആ ഒരു ഒറ്റൊരു വീഡിയോ കൊണ്ട് കുറച്ച് എല്ലാം എന്ന് പറയുന്നില്ല, എല്ലാവരെയും ഒന്നും പറയുന്നില്ല, കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതിയിൽ വരുത്തിയ മാറ്റം, ജീവിതത്തിൽ വരുത്തിയ മാറ്റമൊന്നുമല്ല, ചിന്താഗതിയിൽ വരുത്തിയ മാറ്റം. ആ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സ്, ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് കണ്ടാലും നമുക്ക് മനസ്സിലാവും. ഒരുപാട് പേർക്ക്, ഭാര്യയോടും അമ്മമാരോടും ഒക്കെ ഉള്ള ഒരു ചിന്താഗതി, മീൻസ് ഇങ്ങനെയായിരുന്നു എന്നുള്ള ഒരു പുച്ഛഭാവത്തിൽ നിന്ന് ഇങ്ങനെയായിരുന്നു, ഇത്രയും പെയിനോടുകൂടിയായിരുന്നു ഡെലിവറി എന്നുള്ളൊരു ചിന്ത. കാരണം ലേബർ റൂമിലായാലും അത് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കാനായാലും എപ്പോഴും സ്ത്രീകൾ തന്നെയാണ് കൂട്ടു നിൽക്കുന്നത്. അപ്പോൾ കൂടുതലും ആണുങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വലിയ ധാരണ ഉണ്ടാവാറില്ല, എത്രത്തോളം പെയിനാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയിലൂടെ കുറേ പേർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ട്, എത്രത്തോളം വേദനയിലൂടെയാണ് ഒരു സ്ത്രീ ആ ഒരു സമയത്ത് കടന്നു പോകുന്നതും ഒരു കുഞ്ഞിന് ജന്മം നാളുമെന്നൊക്കെ. അപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് കണ്ട നിമിഷം ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് നോക്കിപ്പോയി, എൻ്റെ ഭാര്യയെ, ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഭാര്യയെ ഞാൻ അപ്പോൾ ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ കമൻറ്റ്. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളുടെയും കമൻറ്റ് കണ്ടു. ഞാൻ ആ ഒരു സമയത്തിലേക്ക് തിരിച്ചുപോയി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള, ഒരിക്കലെങ്കിലും പ്രസവിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ വീഡിയോ കാണുന്നതെങ്കിൽ അവരുടെ ആ ഒരു ഡെലിവറി സമയത്തേക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും തിരിച്ചു കൊണ്ടുപോകാൻ ആ വീഡിയോ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട സമയത്ത് എൻ്റെ 2 ഡെലിവറി ടൈമും ഞാൻ ആലോചിച്ചു. ആ 2 ഡെലിവറി ടൈമും തമ്മിൽ ഈ ഡെലിവറി ടൈമുമായിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്തു. അപ്പോൾ എൻ്റെ ആദ്യത്തത് നോർമൽ ഡെലിവറിയും, സുഖപ്രസവം എന്ന് ഞാൻ പറയുന്നില്ല, നോർമൽ ഡെലിവറിയും, രണ്ടാമത്തത് സി സെക്ഷനും ആയിരുന്നു. അപ്പോൾ ആ ഒരു 2 സാഹചര്യത്തിലും ഞാൻ ആ ഒരു നിമിഷത്തിലേക്കും, ആ വർഷങ്ങൾ, ഒരു 4 വർഷം ബാക്ക്, 5 വർഷം ബാക്കും ഒരു 3 വർഷം ബാക്കും ഞാൻ ഒന്ന് പോയി തിരിച്ചു വന്നു. ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഭയങ്കര, ആദ്യത്തെ ഒരു 2 ദിവസം ഭയങ്കര വരവേൽപ്പ്, അയ്യോ ഇങ്ങനെയായിരുന്നു കഷ്ടം, ദിയ പാവം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരുപാട് നല്ല പോസിറ്റീവ് കമന്റ് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. ഇനി സമൂഹത്തിൽ ഇത് ഉണ്ടെങ്കിലും ആരും മാറ്റം വരുത്തട്ടെ, ഇനി ഹോസ്പിറ്റലിൽ ഇതേപോലെ സപ്പോർട്ട് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറെ പേര് അവർക്ക് കിട്ടാത്ത സൗഭാഗ്യം, എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുടെ വിഷമങ്ങൾ പറയുന്നത് കേട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും ഹൈപ്പിൽ എത്തി നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ദിയയുടെ പ്രസവ വീഡിയോയെ സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല. പക്ഷെ ഇന്നലെ 1-2 വീഡിയോസിന്റെ കമന്റ് ബോക്സ് ഞാൻ നോക്കിയപ്പോൾ, എപ്പിഡ്യൂറൽ എടുത്തിട്ടായിരുന്നോ ഇത്രയും വലിയ വീഡിയോ കൊണ്ട് കാണിച്ച് നാട്ടുകാരുടെ കയ്യടി മേടിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇതൊന്നുമില്ലാതെ ഞാൻ പ്രസവിച്ച് എനിക്ക് അവാർഡ് തരണമല്ലോ എന്ന് പറഞ്ഞിട്ട്. വിധിയുടെ ആ വീഡിയോയിൽ തുടക്കം മുതൽ എനിക്ക് തോന്നുന്നു 50 മിനിറ്റ്, 49-50 മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ദിയയുടെ വ്ലോഗ്സ് ഒന്നും അങ്ങനെ കാണാറില്ല. പ്രശ്നത്തിന് ശേഷം ദിയയുടെ ഒരു ബിസിനസ്സിൽ സംഭവിച്ച ആ പ്രശ്നം ഞാൻ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടതുകൊണ്ടായിരിക്കാം, ആ ന്യൂസുകൾ ഒരുപാട് ഞാൻ കണ്ടതുകൊണ്ടായിരിക്കാം, അതിനുശേഷം എനിക്ക് റെഗുലറായിട്ട് നോട്ടിഫിക്കേഷൻസ് വരലുണ്ട്. എന്നാലും ഞാൻ ദിയയുടെ വീഡിയോസ് അങ്ങനെ, വ്ളോഗ്സ് ഒന്നും അങ്ങനെ കാണാറില്ല. പക്ഷെ ആ ഒരു വീഡിയോ ഞാൻ ഫുൾ ഇരുന്ന് കണ്ടു. എനിക്ക് തോന്നുന്നു 49-50 മിനിറ്റ് ഉള്ളത്. അതിൽ ആദ്യം അവർ ഹോസ്പിറ്റലിലോട്ട് പോകുന്നതും അശ്വിൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നതും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത്രയും കെയർ ചെയ്ത് ഒരു ഭർത്താവ്, അതായത് ഭാര്യ പ്രസവത്തിന് പോകുമ്പോൾ അത്രത്തോളം ദൈവത്തിനോട് പ്രാർത്ഥിച്ചൊക്കെ പോകുന്നത്, അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ വീഡിയോ ഫുള്ള് ഞാൻ കണ്ടതാണ്. അതിൽ ദിയ മെൻഷൻ ചെയ്യുന്നുണ്ട്, എപ്പിഡ്യൂറൽ എടുക്കുന്നുണ്ട് എന്ന കാര്യവും അതൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം എന്തോ ദിയയ്ക്ക്, ഒരു സ്ത്രീയായിട്ട് ചിന്തിച്ചിട്ട് എനിക്ക് ഈ എല്ലാവരും എന്തുകൊണ്ട് അങ്ങനെ കമന്റ് ചെയ്തു എന്ന് ചിന്തിച്ചപ്പോൾ, ഒരു സ്ത്രീ ആയതിലേക്ക് എനിക്ക് തോന്നിയത് ചിലപ്പം മറ്റൊരു സ്ത്രീക്ക് കിട്ടുന്ന അത്രത്തോളം സമൂഹത്തിൽ ഇത്രയും വലിയൊരു അംഗീകാരം പെട്ടെന്ന്, അതും ചിലരെ കമന്റ് കണ്ട് ഒരു കഴിവും ഇല്ലാതെ ഉന്തിയ വയറും കാണിച്ച് പ്രസവ വീഡിയോ ഇട്ടിട്ട് കൈയ്യടി മേടിച്ചു. ചിലപ്പോൾ ആ ഒരു അംഗീകാരം സമൂഹത്തിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് 2 ദിവസം കൊണ്ട് ദിയയ്ക്ക് കിട്ടിയ, അതോ ഒരൊറ്റ പ്രസവം കൊണ്ട് കിട്ടിയ ഒരു അംഗീകാരം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എപ്പിഡ്യൂറൽ എടുത്തിട്ടാണോ? നിങ്ങളുടെ വിചാരം എന്താ? എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടിയിൽ നിന്ന് പൂവ് പറിച്ചെടുക്കുന്ന പോലെ പ്രസവം കഴിയുന്നതാണോ? 100% വേദന എന്നുള്ളത് ഒരു 80% ആക്കി കുറയ്ക്കും. ഒരു 20% വേദന ഒന്ന് കുറഞ്ഞു കിട്ടും. അല്ലാതെ പ്രസവം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എപ്പിഡ്യൂറൽ എടുത്തിട്ടാണെങ്കിലും പെയിൻ ഇല്ലാതെയൊന്നുമല്ല പ്രസവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ 20% വേദന ഒന്ന് കുറച്ച് തരും. ഞാൻ ഫസ്റ്റ് എൻ്റെത് നോർമൽ ഡെലിവറി ആയിരുന്നു, എപ്പിഡ്യൂറൽ ഒന്നും എടുക്കാതെ സാധാരണമായിട്ട് സംഭവിച്ചതാണ്.
അപ്പം നാച്ചുറലി വന്നപ്പോൾ അതിൻ്റെ മുഴുവൻ വേദന, അതായത് ആ 100% വേദനയും സഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചെടുത്തത്. ആ പ്രസവിച്ചെടുത്ത് കുഞ്ഞിനെ കണ്ട നിമിഷത്തിൽ അതുവരെ കടന്നു വന്ന ആ വേദന എല്ലാം മറന്നൊരു വ്യക്തിയാണ് ഞാനെന്നല്ല. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. ഞാൻ മാത്രം എന്ന് പറഞ്ഞ് എന്നെ പൊക്കുന്നതല്ല, എല്ലാ അമ്മമാരും പ്രസവിച്ച് ആ കുഞ്ഞിൻ്റെ മുഖം കാണുന്ന നിമിഷത്തിൽ ആ പ്രസവ വേദന മറക്കുന്നവരാണ് എല്ലാ അമ്മമാരും. തൊട്ടടുത്ത് തന്നെ എനിക്ക് രണ്ടാമത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ട്വിൻസ് ആയിരുന്നു. അപ്പോൾ ട്വിൻസ് ആയപ്പോൾ അത് ഞാനിവിടെ അബുദാബിയിലായിരുന്നു ഡെലിവറി. ട്വിൻസ് ആയതുകൊണ്ട് ഫസ്റ്റ് ഡെലിവറി എനിക്ക് എന്നോട് ചോദിച്ചു സിസേറിയൻ വേണോ നോർമൽ വേണോ എന്ന്. ഞാൻ നോർമൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് സജസ്റ്റ് ചെയ്തു ഒരാളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് മേ ബി ചിലപ്പോൾ സ്പോട്ടിൽ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ 5 എടുക്കാം, ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കാം, മേ ബി ചിലപ്പോൾ അരമണിക്കൂർ എടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഗ്യാപ്പ് എടുത്താണ് അടുത്ത് പ്രസവിക്കുന്നതെങ്കിൽ സെയിം തന്നെ ഒരു പ്രസവത്തിനോട് സഹിക്കേണ്ടി വരും. സോ എപ്പിഡ്യൂറൽ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന്. അപ്പോൾ അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ അതുവരേക്കും കേട്ട് വന്നിട്ടുള്ളത് എപ്പിഡ്യൂറൽ എടുക്കുന്ന സമയത്ത് പിന്നെ ഭാവിയിൽ വരുന്ന നടുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാനത് എനിക്ക് താല്പര്യം തോന്നില്ല. പക്ഷേ ഡോക്ടർ അനസ്തേഷ്യ മറ്റും എപ്പിഡ്യൂറലിൻ്റെ ഡോക്ടർ വന്നിട്ട് എന്നോട് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്താണ് അതിൻ്റെ പ്രൊസീജിയർ ഇതെല്ലാം. അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഞാനിത് എടുക്കുന്നത് കൊണ്ട് എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ പുഷ് ചെയ്യുന്ന ടൈമിലാണ്. കാരണം അപ്പോൾ ഡോക്ടർ പറഞ്ഞു പുഷ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ നമ്മൾ പറയും, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. മറ്റേത് നോർമൽ ഡെലിവറിയിൽ നമുക്ക് ആദ്യത്തെ ഒരു ഡെലിവറി ടൈം എനിക്ക് സംശയമായിരുന്നു. പുഷ് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ എങ്ങനെ നമുക്ക് അറിയും, ഫസ്റ്റ് ടൈം അല്ലേ ഒന്നും അറിയില്ല. പക്ഷെ ആ സമയത്ത് മനസ്സിലായി പുഷ് ചെയ്യണം എന്ന് നമുക്ക് തനിയെ മനസ്സിലാവും. അപ്പോൾ ഈ എപ്പിഡ്യൂറൽ എടുക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ ഒരു ഇതുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെനിക്ക് അങ്ങനെ ആകുമ്പോൾ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവില്ലേ, കുഴപ്പമില്ല, ഞാൻ 2 ഡെലിവറി പെയിനും സഹിക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങനെ അല്ലാന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പെയിൻ ഉണ്ടാവും, പുഷ് ചെയ്യേണ്ട ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ അറിയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ പെയിൻ 100% പെയിൻ കുറയ്ക്കുന്ന ഒന്നല്ല എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ എപ്പിഡ്യൂറൽ എടുത്തത് കൊണ്ട് ആദ്യത്തെ ഡെലിവറി കമ്പയർ ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് കുറച്ച് വേദന കുറവുണ്ടായിരുന്നു. അതായത് ഈ പ്രസവം നടക്കുന്നതിന് കുറച്ച് മുമ്പ് ഒരു അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ, ചിലർക്ക് ഒരു ഹാഫ് ഡേ ഒക്കെ ഉണ്ടാവും. അങ്ങനെ അന്നേരം തൊട്ട് തുടങ്ങുന്ന വേദന ഈ പോയി വന്ന് ഇരിക്കുന്ന ആ ഒരു വേദന നോർമൽ ഡെലിവറിക്ക് വേദന പോവും, കുറച്ച് കഴിഞ്ഞ് വരും, വന്നൊരിച്ചിരുന്നതിന് നിൽക്കും, പോവും, കൺട്രാക്ഷൻ വരുന്നത് അങ്ങനെയായിരിക്കും. ഇത് ആ ഒരു പെയിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, പക്ഷേ ഒറ്റയടിക്ക് വലിയ പെയിൻ അല്ലാതെ ചെറിയ പെയിൻ ഇങ്ങനെ നിന്ന് ഡെലിവറി ടൈം ആകുമ്പോൾ ഈ പെയിൻ എല്ലാം വന്ന് തന്നെയാണ് പ്രസവിക്കുന്നത്. സെക്ഷൻ ആണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങും. എനിക്ക് നോർമൽ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഡൗൺ ആയതുകൊണ്ട് എമർജൻസി സെക്ഷൻ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. എന്നാലും ആ സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ നോർമൽ ഡെലിവറിക്ക് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമെല്ലാം ഞാൻ ആ ഡെലിവറി പെയിൻ അനുഭവിച്ചിട്ട് തന്നെയാണ് കിടന്നത്. എപ്പിഡ്യൂറൽ ആയിരുന്നു എന്നുള്ളവരുടെ ചിലരുടെ കമൻറ്റ് കാണുമ്പോഴത്തേക്ക് എപ്പിഡ്യൂറൽ ഇങ്ങനെ ചുമ്മാ ഒരു കുത്തിയപ്പം അങ്ങോട്ട് ഒരു സൂചി അങ്ങോട്ട് കയറ്റി അതിൽ പൂവ് ഇങ്ങനെ നമ്മൾ ചെടിയിൽ നിന്ന് ഇങ്ങനെ ഞെട്ടിങ്ങനെ ഈർത്തെടുക്കുന്ന പോലെ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കുകയാണെന്നാണ് എല്ലാവരുടെയും വിചാരം. അതും ആണുങ്ങളല്ല, ഇതെല്ലാം കമൻറ്റ് ചെയ്യുന്ന സ്ത്രീകളാണെന്നുള്ളതാണ്. ഒരു പെണ്ണിന് ശത്രു പെണ്ണെന്ന് പറയുന്ന പോലെ അത് വെറുതെ പറയുന്നൊന്നുമല്ല. അത് ഈ പെട്ടെന്ന് ഒരു 2-3 ദിവസത്തിൽ ദിയയ്ക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് സഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും. എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് സത്യം ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങ് നിലവിളിച്ച് കരഞ്ഞു എന്നല്ല, എൻ്റെ കണ്ണിൽ നിന്ന് 2-3 തുള്ളി കണ്ണീര് വന്നു. ഞാൻ ആ പ്രസവിച്ച് കുഞ്ഞിനെ കാണിച്ചിട്ടില്ല, കുഞ്ഞിൻ്റെ ആ കരച്ചിൽ കേട്ട നിമിഷവും ഒരു അമ്മ എന്നുള്ള രീതിക്ക് എൻ്റെ മനസ്സ് തുടിച്ചു. അതുപോലെ വേറൊരു വീഡിയോ ഞാൻ കണ്ടു, ദിയയുടെ കുഞ്ഞിൻ്റെ കാലിൻ്റെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ആദ്യം നമ്മുടെ ഈ കുഞ്ഞിൻ്റെ ബ്ലഡ് എടുത്തിട്ട് അവർ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാനൊക്കെ എടുക്കും. ആ ഒരു സമയത്ത് ദിയായിരുന്നു കരയുന്നത്. ആസ് എ മദർ ഞാൻ 3 പേരെ 2 പ്രസവം ഉണ്ടായിരുന്നെങ്കിൽ 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചെന്നുള്ള രീതിക്ക് ആ ഒരു കരച്ചിലും ആ ഒരു പെയിനും എനിക്ക് ഫീൽ ചെയ്തു. ആ കുഞ്ഞിനെ കുത്തിയ സമയത്ത് കുഞ്ഞിനെ കുത്തിയപ്പോഴല്ല, ദിയ കരയുന്ന കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് കലങ്ങി. ഞാനൊരു മദർ ആയതുകൊണ്ടായിരിക്കും എൻ്റെ നെഞ്ച് വിങ്ങി, എനിക്കത് സങ്കടം വന്നു. കാരണം ദിയയുടെ ഒരു കുഞ്ഞിനെ കുത്തിയപ്പോഴാണെങ്കിൽ എൻ്റെ 2 പേരെ ഇരട്ടകളാ ഒരേപോലെ ഒരാളെ കുത്തി ഞാനത് എൻ്റെ നെഞ്ചിങ്ങനെ പൊട്ടും ഓമ്പെന്നുള്ള രീതിക്ക് ഒന്ന് ഇരുന്നപ്പോഴാണ് അടുത്ത ആളെ കൂടെ കുത്തിയിട്ട് ആ ഒരു അവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാവും. അതിന് താഴെ വരെ വന്നിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു വീഡിയോയ്ക്ക് പോലും വന്നിരുന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നു, ലോകത്ത് പേളി മാണിക്ക് ശേഷം പ്രസവിച്ച കേരളത്തിൽ പേളി മാണിക്ക് ശേഷം പ്രസവിച്ച ഏക സ്ത്രീ ദിയ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വ്ലോഗ് എടുക്കുന്നതൊക്കെ അവരുടെ ഒരു ജോലിയായിരിക്കും, പാഷനാവും, അതെന്തോ ആയിക്കോട്ടെ, അവർ കണ്ടോട്ടെ. പക്ഷെ ആ ഒരു കരച്ചിൽ, ആ ഒരു കണ്ണീര് കണ്ടിട്ട് വീഡിയോയ്ക്ക് വേണ്ടി വ്ലോഗിന് വേണ്ടി കാണിച്ചതാണ്. അങ്ങനെയൊക്കെ കളിയാക്കാൻ എങ്ങനെ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. ഓക്കെ, ചിലപ്പോൾ ആ വേദന അറിഞ്ഞ് ഞാൻ പ്രസവിച്ചത് കൊണ്ടാവാം എനിക്കതിൽ ദിയെ കളിയാക്കാനോ അല്ലെങ്കിൽ
അങ്ങനെ ഒന്നും തോന്നിയില്ല. വളരെ ജെന്യൂനായിട്ട് ഒരു കുഞ്ഞിനെ നോവുന്ന കണ്ടപ്പോൾ ഒരു മാതാവ് കരയുന്ന അത്ര തന്നെയുള്ളൂ. എന്തൊക്കെ ടൈപ്പ് ഈ ആ ഒരു വീഡിയോയ്ക്ക് അല്ല, ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ചെയ്ത വീഡിയോകളുടെ എല്ലാം കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ് നദിയയ്ക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസിൽ. പിന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ഒരു ചിന്താഗതിയുണ്ട്. നൊന്ത് വേദന അറിഞ്ഞ് പ്രസവിച്ചാൽ മാത്രമേ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാവുള്ളൂ. ഈ കീറി എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കാനാണെന്ന് തോന്നും. അവരുടെയൊക്കെ വിചാരം കീറി എടുക്കുന്നത് ഭയങ്കര സുഖമുള്ളതാണ്. അപ്പോൾ അത്രയും ഒരു വേദനയില്ലാതെ നല്ല സുഖത്തിനങ്ങ് കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളോട് സ്നേഹം ഉണ്ടാവില്ല എന്നുള്ളത്. കമൻറ്റ് ബോക്സ് ലിറ്ററലി ഇപ്പോൾ ഉള്ള ബാക്കി ഇതിയുടെ സംബന്ധിച്ചുള്ള ആ വാർത്തയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാലം ഒരുപാട് പുരോഗമിച്ചു. മറ്റേ ന്യൂജെന്നാണ്, വിവരം വിദ്യാഭ്യാസമുള്ളതാണ്, 90s കിഡ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എല്ലാ സ്ത്രീകളുടെ മെൻറ്റാലിറ്റി അതാണെന്ന് തോന്നിപ്പോവും. ഞാൻ നൊന്ത് പ്രസവിച്ചോ എന്നാൽ ബാക്കിയുള്ള പെണ്ണുങ്ങളും നൊന്ത് തന്നെ പ്രസവിക്കണം. ആ ഒരു മെൻറ്റാലിറ്റിയാണ് ആ കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നവരുടെ ആണെന്ന് തോന്നിപ്പോവും നമുക്ക് അവരുടെ കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ചിലരുടെ പ്രശ്നം കണ്ടു, കുടുംബം മൊത്തം ദിയയുടെ കൂടെ ലേബർ റൂമിലുണ്ടായിരുന്നു എന്ന്. ഒട്ടും ഹൈജീൻ, പിന്നെ ഇതൊരു ഡോക്ടറൊക്കെ വന്നിരുന്ന് പറയുന്നിട്ട് ആരും മാസ്ക് പോലും വെച്ചിട്ടില്ല, ഒട്ടും ഹൈജീനല്ല, ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ കുടുംബത്തിനെ എല്ലാം കൂടി കാണിച്ചു എന്ന്. അച്ഛൻ വരെ പ്രസവം കണ്ടു. അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ പോയി നേരെ പ്രസവിച്ച് കുഞ്ഞ് പുറത്ത് വരുന്ന നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു. ഇപ്പോഴത്തേക്ക് അതിന് വേണ്ടി പ്രോപ്പർ കവർ ചെയ്തിട്ട് ആ വീഡിയോയിൽ തന്നെ കാണാം, ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് ദിയുടെ ഫേസ് മാത്രമാണ് കാണിച്ചത്. അവരെല്ലാവരും അച്ഛനൊക്കെ ഇങ്ങോട്ട് തലക്കിലേക്ക് മാറിയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ, നാട്ടിലെ മെഡിക്കൽ കോളേജിൽ, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. കാരണം എനിക്ക് നോർമൽ ഡെലിവറിയുടെ താല്പര്യം, സി സെക്ഷൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഞാനായിട്ട് ചൂസ് ചെയ്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞത്. ഗവൺമെൻറ് ഹോസ്പിറ്റലാവട്ടെ, നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ ആയിട്ട് സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് പീഡിയാട്രീഷ്യൻ, ആ ഡോക്ടർ, ഈ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 പേര് നമ്മുടെ ചുറ്റും കാണില്ലേ. അപ്പോൾ അതൊക്കെ മെഡിക്കൽ ഡോക്ടേഴ്സ് അല്ലേ, സിസ്റ്റേഴ്സ് അല്ലേ, അവരല്ലേ, ഇവരല്ലേ, മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, അങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ എല്ലാ ഡോക്ടേഴ്സും കൊറോണ വന്ന സമയത്ത്, അതിനു മുമ്പ് എൻ്റെ അടുത്തുണ്ടായിരുന്ന, അതായത് നാട്ടിൽ ഞാൻ കൊറോണയ്ക്ക് മുമ്പാണ് 2019 ഡെലിവറി നടന്നത്. ആ സമയത്ത് ഒരു ഡോക്ടർ എൻ്റെ മുമ്പിൽ വന്നിട്ട് മാസ്ക് ധരിച്ചിട്ടല്ല നിന്നത്. ഓക്കെ, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു, ഗ്ലൗസ് ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് പറയുന്നില്ല. അവരാരും മാസ്ക് ധരിച്ചിട്ടല്ല നിന്നത്. ഈ പറയുന്ന ഡോക്ടേഴ്സ് ഡയറക്റ്റ് കോൺടാക്ട് വരുന്നുണ്ട്, അവർ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇവരെല്ലാവരും പ്രസവിച്ച് എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ അവരെ കയ്യിൽ കൊടുത്ത സമയത്താണ് അവർ ദിയയുടെ തൊടുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ തൊടുകയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഫാമിലി ഫുള്ള് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. ഇതും സ്ത്രീകളാണ് കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ രണ്ടാമത് സി സെക്ഷൻ നടന്ന സമയത്ത് എൻ്റെ കൂടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലുണ്ടായിരുന്നു. 2021 ആ സമയത്ത്. കൊറോണ ഉള്ള ഒരു സമയമുണ്ട്. എൻ്റെ കൂടുതൽ റിലേറ്റീവ്സിനെ നിർത്തില്ല, ഒരാളെ ബൈസ്റ്റാൻഡർ നിർത്തും എന്നുള്ളൊരു കണ്ടീഷനിലും ഹോസ്പിറ്റലിൽ ചെന്നു. അന്ന് രാവിലെ ഞാൻ ടെസ്റ്റ് എടുത്തതാണ്, പക്ഷേ വൈകിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ടെസ്റ്റ് എടുത്തപ്പോൾ എന്തോ പോസിറ്റീവ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ കൂടെ ഹസ്ബൻഡിനെ നിർത്തില്ല എന്ന് പറഞ്ഞു. ഡെലിവറി ലേബർ റൂമിലോട്ട് കയറ്റുന്നു, ഹസ്ബൻഡിനെ തിരിച്ച് വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് നോർമൽ വാർഡിലും അല്ല, ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വാർഡിലാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. സി സെക്ഷൻ, ട്വിൻസ്, ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ അവരോട് ഹോസ്പിറ്റലോട് റിക്വസ്റ്റ് ചെയ്തു, ഞാനും എൻ്റെ മദറിനെങ്കിലും കൂടെ നിർത്തണം, ഞങ്ങൾ ഒരുമിച്ച് ക്വാറന്റൈൻ ഇരുന്നോളാം. പറഞ്ഞ റൂൾസാണ്, നടക്കില്ല എന്ന്. നോർമൽ വാർഡല്ല, കോവിഡ് വാർഡ് ആയതുകൊണ്ട് 3 നഴ്സുമാരെന്തോ ആണ് ഉണ്ടായിരുന്നത് ആ വാർഡിൽ. എല്ലാവരും കയറി ഇറങ്ങി കോവിഡ് വാർഡിൽ ഹാൻഡിൽ ചെയ്യില്ല. 3 നഴ്സുമാരും ഒരു വാർഡ് ഫുള്ളും, അതും ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വാർഡ്. അപ്പോൾ എല്ലായിടത്തോട്ടും അവർ ബെല്ലുണ്ട്, അവരെ സിസ്റ്റേഴ്സിനെ വിളിക്കാനുള്ള ബെല്ലുണ്ട്. പക്ഷേ ഞാനത് പ്രസ് ചെയ്താലും 10 മിനിറ്റോളം ചിലപ്പോൾ മേ ബി എടുക്കും. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം മലയാളി നഴ്സുമാരായിരുന്നു. ഓടിയാണ് അവർ ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവരെ കുറ്റം പറയാനും പറ്റില്ല. ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കരഞ്ഞിട്ട് പിന്നെ ഞാൻ സ്ട്രോങ് ആയി, ഞാൻ കരഞ്ഞിട്ട് കാര്യമില്ല, ഈ സാഹചര്യം ഞാൻ ഹാൻഡിൽ ചെയ്തേ പറ്റുള്ളൂ എന്ന്. അന്ന് ഞാൻ ചിന്തിച്ചു ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. കാരണം സി സെക്ഷൻ കഴിഞ്ഞ് 6 മണിക്കൂർ നാട്ടിലൊക്കെ, പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം, നാട്ടിലെ പോലെ വെള്ളം കുടിക്കാനും തരാതിരുന്നിട്ടില്ല. ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്ത് എന്നെ കഴിക്കാൻ തന്നു എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് സത്യം പറഞ്ഞ് ആഗ്രഹിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, 2 ബെഡ്, കുഞ്ഞ് ബേബി ബെഡ് അടുത്തായിട്ട് വെച്ചിട്ട്, ബെഡൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെയല്ല, കുറച്ചുകൂടി നല്ല ഫെസിലിറ്റി ഉള്ള എല്ലാ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സി സെക്ഷൻ കഴിഞ്ഞ് ട്വിൻസുമായിട്ട് ആ ഒരു ഇതിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ എടുത്ത് എൻ്റെ 2 കാല് 2 ഇതാക്കിയിട്ട് ആ ഒരു ഇതിൽ കിടത്തി. 2 പേരെ അപ്പുറം ഇപ്പുറം എനിക്ക് കിടത്താൻ പറ്റില്ല, അങ്ങനെ കിടത്തി. ഒരാളെ എൻ്റെ സൈഡിലും കിടത്തിയിട്ട് ഞാൻ അങ്ങനെ കിടന്നു. പിന്നെ അവരെ ഞാൻ ബേബി പെട്ടി കിടത്തിയിട്ടില്ല.
ഈ 3 ദിവസം ഞാൻ ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. ഈ 3 ദിവസം ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക്. ഞാൻ എണീറ്റ് 6 മണിക്കൂറിൽ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് എണീറ്റേ പറ്റുള്ളായിരുന്നു. ഞാൻ എണീറ്റു. അതേസമയം എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ താങ്ങി പിടിച്ച് കലവഞ്ഞ് നിലവിളിച്ച് അയ്യോ വേദന അങ്ങനെ ആ ഒരു ഉണ്ടാവുമായിരിക്കും. താങ്ങാൻ ആളുള്ളതുകൊണ്ട്. താങ്ങാൻ ആളില്ലാത്തത് കൊണ്ട് എനിക്ക് എണീറ്റേ പറ്റുള്ളൂ എന്ന് ഞാൻ എണീറ്റു. ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയി റിട്ടേൺ വന്നു. ഞാൻ തന്നെ ബെഡിൽ കയറി കിടന്നു. എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഒരിക്കലും സി സെക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ സി സെക്ഷൻ ചെയ്തു. ഞാൻ 6 മണിക്കൂറിൽ ഞാൻ എണീറ്റ് ഒറ്റയ്ക്ക് ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു. അടുത്ത ബെഡിൽ പോയി ഞാൻ കുഞ്ഞിനെ എടുത്തു. സി സെക്ഷൻ എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് ട്വിൻസ് ആയിരുന്നു. വയറ്റിൻ്റെ താഴെ നേരെ ഇങ്ങനെ ഒരു വലിയൊരു മുറിവും വെച്ചിട്ടാണ് അത് 6 മണിക്കൂറിൽ ഞാനിത് ചെയ്യുന്നത്. എനിക്ക് അത്ഭുതമായിരുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി 3 ദിവസം കടന്നു വന്നതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് എനിക്ക് എൻ്റെതായിട്ട് ഒരു സി സെക്ഷൻ കഴിഞ്ഞ് വന്നു, പ്രസവം കഴിഞ്ഞ് വന്ന ആ ഒരു ഇതല്ലായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ദിയയുടെ കൂടെ ഇത്രയും പേരുണ്ടായിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ഏറ്റവും കെയറും ഏറ്റവും ഒരു അറ്റൻഷനും ഒക്കെ ഒരു മദറിന് വേണ്ട ഒരു സമയമാണ്. ഓക്കെ, പ്രഗ്നൻസി സമയം ഓക്കെയാണ്, ശരിയാണ്, എല്ലാം വേണം. പക്ഷേ ഈ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ കെയർ അറ്റൻഷനൊക്കെ വേണ്ട ഒരു സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഒരു കുടുംബം മുഴുവൻ കൂടെ നിന്ന് അങ്ങനെ അവർ അത്രത്തോളം എക്സൈറ്റഡ് ആയിട്ടാണ്. കാരണം 28-30 വർഷത്തിന് ശേഷം കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന കുഞ്ഞ്, പിന്നെ രണ്ടാമത് 4 പെൺകുട്ടികൾക്ക് ശേഷം പിന്നെ കുടുംബത്തിലേക്ക് വരുന്ന ആൺതരി, അങ്ങനെ മൊത്തത്തിൽ അവരാകെ എക്സൈറ്റഡ് ആയിട്ട് അത്രയും കെയർ ചെയ്ത് കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന നെഗറ്റീവ് പറഞ്ഞു ക്യാഷ് ഉള്ളത് കൊണ്ട് സ്യൂട്ട് റൂം എടുത്തുണ്ട്. അവരെ കയ്യിൽ ഉണ്ടായിട്ട് ആർക്കാ ഇത്ര നഷ്ടം? നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹസ്ബൻഡ്മാരുണ്ട് കേട്ടോ, എന്നിട്ട് ചെയ്യാത്തവരുണ്ട്, ഇല്ലാന്നല്ല. ചെയ്യാൻ പറ്റുമായിരുന്നിട്ട് പോലും ചെയ്യാൻ മടിക്കുന്ന കുറെ പേരുണ്ട്. ചിലരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് ഓക്കെ, നമ്മുടെ സാഹചര്യം എന്താണോ, ഉണ്ടെങ്കിൽ ഉള്ളവർ ചിലവാക്കിക്കോട്ടെ ഉള്ളതുപോലെ. ഇല്ല, നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്. ഞാൻ നാട്ടിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിച്ചതാണ്. എനിക്കതിലൊരു കുറച്ചിലും തോന്നിയിട്ടില്ല. ഞാനായിട്ട് ചൂസ് ചെയ്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. കാരണം എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കാരണവശാലും സി സെക്ഷൻ നടക്കരുതെന്നുള്ളൊരിതില്ല. നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് ഇതാകാം. അവരുടെ കയ്യിലുണ്ട്, അവർ ചിലവാക്കി, സ്യൂട്ട് റൂം എടുത്തു, ഫാമിലി കൂടെ നിന്നു. എന്തിനാ എല്ലാവർക്കും അതിൽ ഇത്രത്തോളം ഒരു കണ്ണുകടി തോന്നേണ്ട കാര്യം? അവരുടെ കുടുംബത്തിലെ കുട്ടി, അവരുടെ മോള്, അവർക്ക് കെയർ കൊടുക്കേണ്ട സമയത്ത് അവർ കൊടുക്കുന്നു. കെയർ കിട്ടാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഈ അടുത്ത് മരിച്ചു. സ്വന്തം കുഞ്ഞിനെ, പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലേണ്ടി വന്നു, എന്നിട്ട് ഞാൻ ചെയ്യേണ്ടി വന്നു എന്നുള്ള രീതിക്ക് അത്രത്തോളം ഇത്രയും കെയർ ഒന്നും കിട്ടാതെ ഒരു സ്ത്രീ ഡിപ്രഷനിൽ പോയാൽ പറയും ഈ സമയത്തല്ലേ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ടത്, ഈ സമയത്തല്ലേ എല്ലാവരും നിൽക്കേണ്ടത്. അതാരും മനസ്സിലാക്കില്ല. ശരി, എന്നാൽ പിന്നെ കെയർ കൊടുക്കാന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ കാശിന്റെ കഴപ്പ്. സ്യൂട്ട് റൂം എടുത്ത് എല്ലാവരും കൂടെ നിൽക്കുന്നു. ഇൻഫെക്ഷൻ വരില്ലേ? ദിയേനെ മാത്രം റൂമിൽ കയറ്റി പ്രസവിക്കാൻ വിട്ടിട്ട് എല്ലാവരും വെളിയിൽ കാത്തു നിൽക്കണമായിരുന്നു. ഇത് കണ്ടിരുന്നെങ്കിൽ എല്ലാവർക്കും സമാധാനമായിരുന്നു. കമന്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ദിയയുടെ വീഡിയോയുടെ അല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ എല്ലാം കമന്റ് സെക്ഷൻ കാണണം. ഞാൻ ആദ്യം ഓക്കെ, എനിക്ക് ആ വീഡിയോ കണ്ട് ഭയങ്കര സന്തോഷം തോന്നി. കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഓക്കെ, എല്ലാവർക്കും വിവരം വെച്ചല്ലോ, ഇനിയിപ്പോൾ കേരളത്തിലും ഇതുപോലെ ബാക്കിയുള്ളിടത്തൊക്കെ ഇങ്ങനെ വരണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇരിക്കുന്നു. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കമന്റ് സെക്ഷൻ മുഴുവൻ അതിലൊരു 85-90% സ്ത്രീകളാണ് കമന്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. എന്താ നിങ്ങളൊന്നും നന്നാവാത്തെ? അല്ലെങ്കിൽ ഓക്കെ എനിക്ക് കിട്ടിയില്ല, അത് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ ഓക്കെ കിട്ടിയല്ലോ എന്ന് നിങ്ങൾ സന്തോഷിക്കണ്ട. പക്ഷെ അവക്ക് കിട്ടി എന്നുള്ള ആ ഒരു മെന്റാലിറ്റി മാറ്റി വെച്ചിട്ട് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഏതെങ്കിലും വഴിക്ക് കിട്ടാനിരിക്കും നല്ലത്. നിങ്ങളുടെ ആ ഒരു മെന്റാലിറ്റി കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വഴിമാറിപ്പോകും. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ചുറ്റും പോസിറ്റീവ് വരുന്നത്. നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ നെഗറ്റീവ് വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നെഗറ്റീവ് തന്നെ നിൽക്കുള്ളൂ. അത് മനസ്സിലാക്കുക. എനിക്കറിയില്ല ഞാനിനി ഇതിൽ എങ്ങനെയാണ് നിങ്ങളോട് ഇത് പറഞ്ഞു തരേണ്ടതെന്നുള്ളത്. കഷ്ടമാണ്.